പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ്. 6 വർഷം നീണ്ട സുപ്രീം കോടതിയിലെ സേവനകാലത്തിനിടയിൽ 1000-ലേറെ വിധിന്യായങ്ങൾ എഴുതിച്ചേർത്ത 10 പേരിൽ ഒരാൾ. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. സ്നേഹമുള്ള കുര്യൻ ജോസഫ് സാറിന് ഹൃദയപൂർവ്വം സ്വാഗതം. സാറെ, കഴിഞ്ഞ തവണ നമ്മൾ കുർബാനയുടെ സ്നേഹത്തിൻ്റെ തികവിനെക്കുറിച്ചാണ് നമ്മൾ പങ്കുവച്ചത്. ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ പലരും തിരക്കിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കാനായിട്ട് നേരമില്ല, ഒന്നിനും സമയമില്ലാത്തൊരു കാലഘട്ടമാണ്. എല്ലാ കാലത്തും പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണെന്ന് ആധ്യാത്മിക ആചാര്യന്മാർക്ക് എല്ലാവർക്കും അറിയാം. സാറിൻ്റെ ജീവിതത്തിൽ തിരക്കിട്ട് ഔദ്യോഗിക ജീവിതം നയിച്ചിരുന്ന ആളാണ്. ഇപ്പോഴും ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ സാറിനുണ്ട്. സാർ എങ്ങനെയാണ് പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നത്? സാറിൻ്റെ പ്രാർത്ഥനാനുഭവങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ കേൾക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വ്യക്തിപരമായൊരു ചോദ്യമാണ്. എന്നിരുന്നാലും ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ ബോണി ചോദിച്ചതുകൊണ്ട് ഇത് ആർക്കെങ്കിലും ഒരു ഉണർവിന് ഉപകരിക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്മയോടെ ഞാനത് പങ്കുവയ്ക്കാം. അതെ, പ്രാർത്ഥിക്കാൻ പ്രത്യേക ഒരു സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ അനുഭവിക്കുന്നതും അത് തന്നെയാണ്. പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമുണ്ട്, ഉണ്ടാവണം. ബാക്കി എല്ലാത്തിനും സമയമുണ്ടെങ്കിൽ പിന്നെ ഇതിനെന്തുകൊണ്ടാണ് സമയമില്ലാത്ത? ഈ സമയം മുഴുവൻ തന്നു തരാൻ നല്ല ദൈവം തന്നെയാണ്. അപ്പം നല്ല ഈശോയുടെ കൂടി ഇരിക്കാൻ അല്പസമയം ചിലവഴിച്ച് കഴിഞ്ഞാൽ വളരെ സുഖമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട്. പ്രാർത്ഥിക്കാതെ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ജോലിക്കൊരു നീക്കമില്ല, ഒരു അതിനൊരു പല പ്രശ്നങ്ങൾക്കും പരിഹാരമില്ല, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ. പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ജോലി ചെയ്യുമ്പോൾ വളരെ സുഗമമാണ്. ഞാൻ തന്നെ പലപ്പോഴും എൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലോ അല്ലെങ്കിൽ ചില വിഷമം പിടിച്ച കേസുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ മാനുഷികമായിട്ട് തന്നെ കണ്ടത് പറ്റുന്നില്ല. പക്ഷെ നിൻ്റെ ആത്മാവിനെ അയച്ച് ജ്ഞാനം നിറച്ച് ഇനി ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന സത്യം എന്താണെന്ന് നീ വെളിപ്പെടുത്തി തരണം എന്നുള്ളൊരു പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, ഞാൻ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ ഒരു വിശുദ്ധ സ്വർഗത്തിൽ നിന്നും ജ്ഞാനത്തെ അയച്ചു തരണമേ, അവൾ എന്നിൽ വസിക്കുകയും എന്നോടൊപ്പം അധ്വാനിക്കുകയും ചെയ്തിട്ട് അങ്ങനെ ഞാൻ അങ്ങയുടെ ഹിതം അറിയാൻ ഇടയാകട്ടെ എന്നാണ്. അപ്പം ജ്ഞാനം നിറഞ്ഞാൽ മാത്രമേ ദൈവികത അറിയാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ഹിതം എന്താ? സത്യമാണ്, നീതിയാണ്, സ്നേഹമാണ്. അപ്പോൾ സത്യം, നീതി, സ്നേഹം ഇതൊക്കെ വെളിവാവാൻ എന്നിൽ ജ്ഞാനം നിറയണം. എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിർവഹിക്കുമ്പോൾ ജ്ഞാനം നിറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് കണ്ടെത്താൻ പറ്റും, പരിഹരിക്കാൻ സാധിക്കും. അങ്ങനെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ള എല്ലാ കേസുകൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ എൻ്റെ ഒരുക്കക്കുറവുകൊണ്ടോ എൻ്റെ കഴിവ് കുറവുകൊണ്ടോ ഇതിനകത്ത് നീതിക്ക് ഒരപകടവും സംഭവിക്കരുത്. കാരണം നീതി എന്നുള്ള ദൈവമേ അങ്ങ് തന്നെയാണ്. സത്യമാണ് നീതി. സത്യവും നീതിയുമായ അങ്ങ് ഇതിൻ്റെ അകത്ത് മാനുഷികമായിട്ടുള്ള എൻ്റെ കുറവുകളുടെ, ബലഹീനതകളുടെ, പോരായ്മകളുടെ പേരിൽ ഒരപകടവും നിനക്ക് സംഭവിക്കരുത്. അതുകൊണ്ട് സത്യവും നീതിയും വെളിപ്പെടാൻ തക്കൊണ്ട് ജ്ഞാനം എന്നിൽ നിറയ്ക്കണമേ എന്നുള്ള പ്രാർത്ഥന. അതിന് പ്രത്യേക സമയം വേണം, ഒരു സമയം വേണ്ട. ഞാൻ അധ്വാനം ചെയ്ത് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ ഗൂഗിൾ തപ്പി, അവിടെ തപ്പി, ഇവിടെ തപ്പി, എന്തെല്ലാം അധ്വാനിച്ചതിനേക്കായൊക്കെ വരുന്നത് ജ്ഞാനം കൊണ്ട് എന്നെ നിറച്ച് ഇതിനകത്തിരിക്കുന്ന സത്യം കണ്ടെത്താൻ എളുപ്പത്തിൽ എന്നെ സഹായിക്കുന്നത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എനിക്ക് വളരെ എളുപ്പത്തിൽ കുരുക്കഴിയുന്നതായിട്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അനുദിനം ദൈവസാന്നിധ്യ സ്മരണ. എന്നെ ചെറുപ്പത്തിൽ എൻ്റെ അധ്യാപകർ, ഗുരുക്കന്മാർ പറഞ്ഞ ദൈവസാന്നിധ്യ സ്മരണ. ദൈവത്തെ മറന്നു കുഞ്ഞെ ജീവിക്കരുതെന്നാണ് നമ്മളെ പാട്ട് വീണ്ടും ഞാൻ ഓർക്കുക എന്നാണ്. കാരണം ദൈവമാണ് എൻ്റെ ഉടയവൻ, ദൈവമാണ് എൻ്റെ ഉറവിടം, ദൈവത്തിലേക്കാണ് ഞാൻ ചെല്ലേണ്ടത്. ദൈവം തിരുമനസ്സാകൊണ്ട് ഞാൻ ജീവിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ കറണ്ട് സ്വിച്ച് ഓഫ് ചെയ്ത് പോയി. അപ്പോൾ ഈ സ്വിച്ച് ഇട്ട് നിർത്തിയിരിക്കുന്ന ആരാ? എൻ്റെ സൃഷ്ടാവാണ്. അപ്പോൾ ഞാനിവിടെ ആയിരിക്കുന്നിടത്തോളം കാലം ദൈവമേ നിനക്ക് നിരക്കാത്തതൊന്നും സംഭവിക്കരുത് എന്നിലൂടെ.
നിനക്ക് നിരക്കുന്നതെല്ലാം സംഭവിക്കുകയും ചെയ്യണം. രണ്ട് വശമുണ്ട്. ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല, ഞാൻ ആരെയും ഉപദ്രവിക്കാൻ പോകണമില്ല, എന്നെ ആരും ഉപദ്രവിക്കുകയും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് അതൊരു സ്വാർത്ഥപരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയും ഒരു ഒളിച്ചോട്ടമാണ്. ദൈവം അതല്ല നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എനിക്കും നിനക്കും എന്തെങ്കിലും ദൈവം കഴിവുകൾ തന്ന് അല്ലെങ്കിൽ താലന്തുകൾ തന്ന് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കഴിവുകളും ആ താലന്തുകളും വിനിയോഗിച്ച് നൽകപ്പെട്ട ഉത്തരവാദിത്തങ്ങളുടെ മഹത്വപൂർണ്ണമായ നിർവഹണം, അതാണ് ദൈവത്തെ ഏറ്റുപറയുക എന്ന് പറയുന്നത്. എന്നെ ഏറ്റുപറയുന്ന കർത്താവ് അതിൻ്റെ അർത്ഥം തന്നെ ഈ ഉത്തരവാദിത്തങ്ങളുടെ മഹത്വപൂർണ്ണമായ നിർവഹണമാണ് ഏറ്റുപറച്ച്. അല്ലാതെ നമ്മൾ വഴിയിരുന്നുകൊണ്ട് ഞാൻ എൻ്റെ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന കൊന്തയോ അല്ലെങ്കിൽ ദൈവം സ്നേഹിക്കുന്ന അടയാളം വെച്ചുകൊണ്ട് നടക്കലോ എൻ്റെ പള്ളിപ്പോക്കോ മാത്രമൊന്നുമല്ല. ഇതെല്ലാം അടയാളങ്ങൾ തന്നെയാണ്. പക്ഷേ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെ ദൈവഹിതാനുസാരമുള്ള മഹത്വപൂർണ്ണമായ നിർവഹണമാണ് ഏറ്റുപറച്ചിലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. ആ ഏറ്റുപറച്ചിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ മറ്റെല്ലാം നിർവഹിച്ചിട്ടൊരു കാര്യമില്ല. അപ്പം ആ ഏറ്റുപറച്ചിലിന് എന്നെ സഹായിക്കുന്നത് ഈ പ്രാർത്ഥനയാണ്. അപ്പം അതുകൊണ്ട് ദൈവത്തെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുക എപ്പോഴും. അതൊരു പ്രണയഭാവമാണത്. യഥാർത്ഥത്തിൽ പ്രണയമെന്ന് പറയുന്നത് മറഞ്ഞിരുന്നാലും നിറഞ്ഞിരിക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ദൈവത്തോട് ഇപ്രകാരം ഒരു പ്രണയഭാവം ഉണ്ടായാൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തെ നിറഞ്ഞിരിക്കുന്ന അനുഭവത്തോട് ഓർക്കാൻ സാധിക്കുന്ന അത് പ്രാർത്ഥനയാണ്. അതിനെ സഹായിക്കുന്നതാണ് മറ്റ് നമ്മൾ കൊടുക്കുന്ന സമയവും ചൊല്ലുന്ന പ്രാർത്ഥനകളും തേടുന്ന മാധ്യസ്ഥങ്ങളൊക്കെ. ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ഞാൻ എൻ്റെ ജപമാല കൊണ്ട് തന്നെ എൻ്റെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളും അതീന്ദ്രിയങ്ങളുമായ എല്ലാത്തിനെയും ഞാൻ സ്പർശിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് അഭിഷേകമാവാൻ അനുഗ്രഹമാവാനും പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ എന്നെ തന്നെ വിശദീകരിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ചോദിച്ചുകൊണ്ട് എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറയുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ സകല ഇന്ദ്രിയങ്ങളെ ഞാൻ സമർപ്പിക്കാറുണ്ട്. പരിശുദ്ധാത്മാവിനോട് നന്ദിപൂർവ്വം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമാകുന്ന താലത്തിൽ വെച്ച് എനിക്കായി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തിലൂടെ പിതാവെ അങ്ങേക്കാൻ തിരിച്ച് സമർപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെയും എൻ്റെ ഇന്ദ്രിയങ്ങളുടെ അതീന്ദ്രിയങ്ങളുമായ എല്ലാത്തിൻ്റെയും ഉപയോഗങ്ങളിലൂടെ ദൈവമേ ഇന്ന് നിനക്ക് നിരക്കാത്തൊന്നും സംഭവിക്കരുത്, നിനക്ക് നിരക്കുന്നതെല്ലാം സംഭവിക്കുകയൂടി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിക്കാറുണ്ട്. എല്ലാത്തിനും സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രത്യേകം പ്രാർത്ഥന ചോദിക്കാറുണ്ട്. അപ്രകാരമുള്ള ഒരു സമർപ്പണം തന്നെ ഒരു ദൈവസാന്നിധ്യ സ്മരണയുടെ ഒരു അടയാളമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യത്തെ കുരിശുവര തന്നെ ലോകം, പിശാച്, ശരീരം എന്നീ 3 ശത്രുക്കളാണുള്ളത്. ഈ ലോകം, പിശാച്, ശരീരം എന്നീ ശത്രുക്കളിൽ നിന്നും ഭാവപുത്രൻ റുഹാദ കുതിച്ച പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവരുടെ നാമത്തിൽ നമുക്ക് സംരക്ഷണം തരണം എന്നുള്ളതാണ് വിശുദ്ധ കുരിശിൻ്റെ അടയാളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോകത്തെയും ലോകത്തെ ജയിക്കണം. ലോകത്ത് പരീക്ഷണങ്ങളുണ്ടാകും. കർത്താവ് പറഞ്ഞു ലോകത്തിലായിരിക്കുന്നത് ലോകത്തിൽ പരീക്ഷണങ്ങളുണ്ടാകും. ലോകത്തെ ജയിക്കണം. ജയിക്കാൻ പറ്റും. അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലോകത്ത് ജയിച്ചു, നിങ്ങൾക്കും പറ്റും. അപ്പോൾ ജയിക്കണം. ലോകത്തെ ജയിച്ചാലേ എനിക്ക് നിത്യജീവൻ കിട്ടുകയുള്ളൂ. നിത്യജീവിതത്തിന് വേണ്ടിയിട്ടുള്ള വെറും ഒരു പുറപ്പാടാണ്, ഒരു യാത്രയാണ് നമ്മുടെ ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഈ വഴി തെറ്റാതിരിക്കാൻ, വഴിയെ തന്നെ സഞ്ചരിക്കാൻ, വഴിയിൽ അപകടം പിണയാതിരിക്കാൻ ഈ പ്രാർത്ഥന ഒട്ടേറെ സഹായിക്കും. കാരണം ദൈവം വഴി നടത്തുമ്പോൾ വഴി തെറ്റില്ല. ദൈവം കൂടെ ഉള്ളപ്പോൾ അപകടം ഉണ്ടാവില്ല. അപകടം എന്ന് പറയുന്ന ആത്മീയ അപകടത്തെക്കുറിച്ച് പറഞ്ഞിട്ട് മാനുഷിക അപകടങ്ങളെക്കുറിച്ചല്ല. ദൈവം കൂടെ മനുഷ്യൻ്റെ അശ്രദ്ധ എതിരെ വരുന്ന വാഹനം അടിച്ചാലും മതിയല്ലോ. പക്ഷേ ആത്മീയമായ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ദൈവത്തെ കൂടെ നിർത്താമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന 3 കാര്യങ്ങൾ എപ്പോഴും പറയാറുണ്ട്. എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. എൻ്റെ ദൈവത്തിന് സർവ്വവും സാധ്യമാണ്. എൻ്റെ ദൈവം എന്നെ അനാഥനായി വിടില്ല. ഈ 3 കാര്യങ്ങൾ എപ്പോഴും ഈശോയെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുക. അത് വളരെ സുഖമാകുമ്പോൾ. കാരണം പിന്നെ ഉപേക്ഷിക്കാൻ പറ്റുമോ? രാവുമ്പോൾ തന്നെ വിളിച്ച് കരയുന്നവർക്ക് അത്ര അധികം പരിശുദ്ധാത്മാവ് നൽകില്ല എന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്മരിക്കുന്നവരെ എപ്പോഴും കർത്താവും ഓർത്തുകൊണ്ടിരിക്കും. സ്മരിച്ചാൽ മാത്രം മതി. പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. മാതാവിൻ്റെ സുഹൃത്തും. കാരണം ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ച മാതിരി മാതാവാണ് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയായി ജീവിച്ച് കാണിച്ച ആദ്യത്തെ വ്യക്തി. അതിന് മാതാവിനെ സഹായിച്ച സുഹൃത്തുക്കളാണ് ഞാൻ എപ്പോഴും മാതാവിനോട് ചോദിച്ച് പ്രാർത്ഥിക്കാറുള്ളത്. മാതാവ് വളരെയേറെ വളരെ കുറച്ച് സംസാരിച്ചില്ല. വളരെയേറെ മൗന പ്രകൃതക്കാരിയായിരുന്നു. ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് പറഞ്ഞ്
ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ ശേഷം ഹൃദയത്തിൽ എന്താണ് ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ് എന്ന് ദൈവത്തോടുള്ള സംസാരമാണ് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത്. അല്ലാതെ ആരോടും മിണ്ടാതെ ഒന്നും ഷെയർ ചെയ്യാതെ ഇരിക്കുന്ന ആ ഒരു ഉൾവലിവല്ല ഹൃദയത്തിലുള്ള സംഗ്രഹിക്കുന്നത്. അതിന് മൗനം ആവശ്യമാണ്. കാരണം മൗനത്തിലെ ദൈവസ്വരം ശ്രവിക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ സംസാരം മാത്രമായി കഴിഞ്ഞാൽ ദൈവസ്വരം ശ്രവിക്കാൻ പറ്റില്ല. ഞാൻ മൗനമായിരിക്കുമ്പോൾ ദൈവം എനിക്ക് സംസാരിക്കും. ഇപ്പം നമ്മൾ ഫോൺ വിളിക്കുന്ന പോലെ തന്നെ ഞാനും ബോണിയും ഒപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ പറഞ്ഞ് ബോണിക്കും മനസ്സിലാവില്ല, ബോണി പറഞ്ഞ് എനിക്കും മനസ്സിലാവില്ല. എനിക്ക് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മൗനമായിട്ടിരുന്നാലേ ബോണി പറയുന്നത് എനിക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. അപ്പം മാതാവിൻ്റെ മൗനം അങ്ങനത്തെയായിരുന്നു. ആഴമേറിയൊരു മൗനമാണ്, ഡീപ്പ് സൈലൻസ്, ആഴമേറിയൊരു മൗനം. പിന്നെ അഗാധമായ എളിമ, ദൈവസന്നിധിയിൽ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളുന്നല്ല പറഞ്ഞു. അപ്പം എപ്പോഴും വിനയത്തോടുകൂടി ദൈവം ഞാൻ ഒന്നുമല്ല എന്നും ഒന്നുമല്ലാത്തവനും ഒന്നുമില്ലാത്തവനാണെന്നും നിൻ്റേതാണ് ജീവിതമെന്നും നീ തന്നതാണ് ജീവിതത്തിലുള്ളതെല്ലാം എന്നുള്ള ഒരു അഗാധമായ എളിമ. അനുസ്യൂതമായ വിശ്വാസം. വിശ്വാസം എന്നുള്ളത് ഒരു ബ്രേക്ക് ഇട്ടുണ്ടാവുന്നതല്ല, അനുസ്യൂതമായിട്ടുണ്ടാണ്. എല്ലാത്തിലും എല്ലായ്പ്പോഴും ഉണ്ടാവേണ്ട ഒരു പ്രകരണമാണ് വിശ്വാസം, അനുസ്യൂതമായ വിശ്വാസം. നിരന്തരമായ ഇന്ദ്രിയ നിഗ്രഹം. ഈ ഇന്ദ്രിയങ്ങൾ മരിക്കുന്നത് വരെയും നമ്മെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ദർശനം, സ്പർശം, എല്ലാ ഇന്ദ്രിയങ്ങളും, മോഹങ്ങൾ, എല്ലാ ഇന്ദ്രിയങ്ങളും. ഈ ഇന്ദ്രിയങ്ങളെ നമ്മൾ നിഗ്രഹിക്കണം. പൗലോസ്ലീഹ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആത്മാവിനാൽ നിഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ആത്മാവിനാൽ മാത്രമേ നിഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിരന്തരമായി നിഗ്രഹിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവിനെ ഉണർത്തിക്കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ അതിരുകവിഞ്ഞ ചാട്ടത്തെ നിഗ്രഹിച്ചുകൊണ്ടിരിക്കണം. ഇന്ദ്രിയങ്ങൾ മനുഷ്യജീവിതത്തിന് ആവശ്യമാണ്, പക്ഷേ അതിൻ്റെ പരിധിയും പരിമിതിയും വിടുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ നിഗ്രഹിക്കുന്ന ആത്മാവിനാൽ നിഗ്രഹിക്കപ്പെടുന്ന ഇന്ദ്രിയങ്ങൾക്ക് ആവശ്യമായ ഉപയോഗങ്ങളെ ഉണ്ടാവുകയുള്ളൂ. മാതാവിൻ്റെ സുഹൃത്തിൽപ്പെട്ട ഒന്നാണത്. നിരന്തരമായ ഇന്ദ്രിയ നിഗ്രഹം. തീക്ഷ്ണമായ സ്നേഹം. ആ സ്നേഹം സാധാരണ സ്നേഹമല്ല, നമുക്ക് വാക്കുകൾ വിവരിക്കാവുന്ന സ്നേഹമല്ല. സ്നേഹത്തെ പ്രതി എരിയുന്ന ഒരു ഹൃദയം കൊണ്ടുവരുന്നതാണ് തീക്ഷ്ണമായ ഒരു സ്നേഹമാണ്. അപ്പോൾ നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതല്ല തന്നെ, എന്നോടുള്ള സ്നേഹത്താൽ എരിയുന്ന ഈശോയുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഈശോയുടെ സ്നേഹത്തെ പ്രതി എരിയുന്ന ഒരു ഹൃദയം, അതാണ് തീക്ഷ്ണമായ സ്നേഹത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ എരിവ് ഉള്ളിലുണ്ടായിരുന്ന ആളുകൾ. തീക്ഷ്ണമായ തീവ്രമായ ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലൊരു തീവ്രത ഉണ്ടായിരുന്നു. പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ. അതാണ് തീവ്രത. ഇതെല്ലാം പൂർണ്ണതയിൽ ഉൾക്കൊണ്ട് ദൈവവുമായി സംസാരിക്കുന്നതാണ് തീവ്രമായ പ്രാർത്ഥന. ഉറച്ച ശരണം. എന്തു വന്നാലും എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. എൻ്റെ ദൈവം എന്നെ കൈവിടില്ല. എൻ്റെ ദൈവത്തിന് സർവ്വതും സാധ്യവുമാണ്. ദൈവത്തിൽ ശരണപ്പെട്ട് പൂർണ്ണമായിട്ട് ഉറച്ചത്. നലം തികഞ്ഞ വിശുദ്ധി. വിശുദ്ധയുടെ കാര്യത്തിൽ കറകൂടാത്ത യാതൊരു സ്പോട്ട് പോലും ഇല്ലാത്ത ഒരാളായിരുന്നു മാതാവ്. മാതാവിൻ്റെ മാനുഷികമായ ഒരു തലത്തിലും നമുക്ക് വിശുദ്ധിയുടെ ഒരു കുറവ് മാതാവിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. മരണം വരെയുള്ള വിശ്വസ്തത. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, പക്ഷെ നീ വിശ്വസ്തനാണോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പം മാതാവ് മരണം വരെ നിന്ന് മരിക്കുന്ന നിമിഷം വരെയും മരിക്കേണ്ടി വന്നാലും ദൈവത്തോടുള്ള വിശ്വസ്തത കൈവിടാത്ത ആളായിരുന്നു. അപ്പം മരണിക്കുന്ന നിമിഷം വരെയും മരിക്കുന്ന അവസ്ഥ വരെയും വിശ്വസ്തത പുലർത്തിയിരുന്ന വ്യക്തി. നിഷ്കളങ്കവും നിഷ്കപടവുമായ മനസാക്ഷി നമുക്ക് വലിച്ചാൽ നീട്ടാവുന്നതാണ്. എത്ര വേണമെങ്കിലും വലിച്ചു നീട്ടാം. മനസാക്ഷിയെ മരവിപ്പിക്കാം. നമ്മൾ തന്നെ പലപ്പോഴും പറയാറില്ലേ, മരവിച്ച മനസാക്ഷി, റബ്ബർ പോലെയുള്ള മനസാക്ഷി. നമ്മൾ ഈ കമ്പ്യൂട്ടർമാർ അങ്ങോട്ട് ഫീഡ് ചെയ്ത് ഇങ്ങോട്ട് കിട്ടുന്നത് തന്നെ മനസാക്ഷിയെ നമുക്ക് സ്വരം നിയന്ത്രിക്കാം, ശബ്ദം ഉണ്ടാക്കാതിരിക്കാം, ഇതൊക്കെ ചെയ്യാം. വലിച്ചു നീട്ടുന്ന റബ്ബർ പോലെ. പക്ഷെ മാതാവിൻ്റേത് നിഷ്കളങ്കവും നിഷ്കപടവുമായ നേരായ മനസാക്ഷിയായിരുന്നു. ദൈവത്തോടുള്ള ആ നേർരേഖയിൽ മാത്രം മനസ്സിനെ ഉറപ്പിച്ച് നിർത്തുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം മാത്രം സാക്ഷിയാവുന്ന മനസാക്ഷി. മാനുഷിക സ്വരങ്ങളല്ല, മനസ്സ് സാക്ഷിയാവുന്നതാണ് മനസാക്ഷി. ദൈവസ്വരം മാത്രം ശ്രവിക്കുന്ന ആ മനസ്സ്, ആ സാക്ഷിയാവുന്നതാണ് നിഷ്കളങ്കവും നിഷ്കപടമായ മനസ്സ്. നിതാന്തമായ ജാഗ്രത. നമ്മുടെ ഈ ജീവിതം ജാഗ്രതയോടെ ഉള്ളവരായിരുന്നു. കർത്താവ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, ജാഗരൂകരായിരിക്കുവിൻ. ഈ ജാഗ്രത എന്താ? ഈ ജാഗ്രത എന്ന് പറയുന്നത്
ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം തിന്മയുടെ സ്വാധീനങ്ങൾ, ഈ ദൈവത്തിലുള്ള വിശ്വാസം പോലെയാണ് പ്രധാനപ്പെട്ടതാണ് തിന്മ ഉണ്ടെന്നുള്ള അറിവും. അപ്പോൾ തിന്മ, ഈവിൾ, സാത്താൻ, ആ അറിവ്, അതൊരറിവാണ്. സാത്താനുണ്ട്, ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം, സാത്താൻ ഉണ്ടെന്നുള്ള അറിവ്. ഈ സാത്താൻ എന്നെ പ്രലോഭിപ്പിക്കും, എന്നെ വശീകരിക്കും. കാരണം സാത്താന് കൊടുത്തിരിക്കുന്ന അനുവാദം അതാണ്. ദൈവത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് എപ്പോൾ വേണമെങ്കിലും അവനെ പരീക്ഷിക്കാം. ആ അനുവാദം അവന് കൊടുത്തിട്ടുണ്ട്. കാരണം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ എന്നെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി ദൈവം കൊടുത്തിട്ടുള്ള ഒരു അനുവാദമാണ് സാത്താൻ. നിതാന്തമായ ജാഗ്രത. ഈ ജാഗ്രത ഉള്ളവന് മാത്രമേ ഈ പരീക്ഷയിൽ ആകപ്പെടാതെ ഉണർന്നിരിക്കാൻ സാധിക്കുള്ളൂ. ഉണർന്നിരുന്നാലേ പ്രാർത്ഥിക്കാൻ സാധിക്കും. സ്ഥിരമായ ഉത്സാഹം. നമുക്ക് ആത്മീയത ഈ മരിക്കുന്ന നിമിഷം വരെയും ഉത്സാഹിച്ചുകൊണ്ടിരിക്കേണ്ട ഒന്നാണ്. എനിക്കിത് കിട്ടിക്കഴിഞ്ഞു, പൗലോസേ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്, എനിക്കിത് കിട്ടിക്കഴിഞ്ഞു നമുക്ക് ഒരിക്കലും ആശ്വസിക്കാൻ പറ്റില്ല. കിട്ടിക്കഴിയുന്നത് നമ്മൾ ആ പ്രവേശിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ പുറത്തു പോകില്ല. നമ്മൾ സ്വർഗത്തെ പ്രവേശിച്ചാൽ പിന്നെ പുറത്തു പോകേണ്ട പ്രശ്നമില്ല. കാരണം പുറത്തു പോകാൻ സാധിക്കില്ല. അവിടെ അങ്ങ് ലയിച്ചിരിക്കുക, ദൈവത്തുമായി ലയിച്ചിരിക്കുന്നതല്ലേ സ്വർഗീയ അവസ്ഥ എന്ന് പറയുന്നത്. അതുവരേക്കും നമ്മൾ ഉത്സാഹിച്ചുകൊണ്ടേ ഇരിക്കണം. ആ പ്രവേശനത്തിന് സ്ഥിരമായ ഉത്സാഹം, സമ്പൂർണ്ണമായിട്ടുള്ള സമർപ്പണം. ഈ പല പ്രാവശ്യം നമ്മൾ അനുസ്മരിച്ചാണ് പൂർണ്ണ ആത്മാവ്, പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ശക്തി. ഈ പൂർണ്ണത ഉണ്ടെങ്കിൽ മാത്രമേ ഈ സമർപ്പണം പൂർണ്ണമാവുള്ളൂ. സമർപ്പണം ഭാഗികമായി പിടിച്ചു വെച്ചതിനെക്കുറിച്ച് അനന്യയുടെയും സഫീറയുടെയും കാര്യത്തിൽ നമ്മൾ സ്മരിക്കുന്നുണ്ട്. സമർപ്പണം പൂർണ്ണമായിരുന്നില്ല, പിടിച്ചു വെച്ചായിരുന്നു. പിടിച്ചു വെച്ചിട്ട് കൊടുക്കുന്നത് ദൈവത്തിന് സ്വീകാര്യമായ സമർപ്പണമല്ല, നൽകും സമ്പൂർണ്ണമായ സമർപ്പണം. കുർബാന മധ്യം ചെല്ലുന്ന പഠന പാട്ടിനകത്തുണ്ട് സമ്പൂർണ്ണമായ സമർപ്പണത്തെക്കുറിച്ചാണ്. സഹനം എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ ലോകത്ത് സഹനം അറിയാത്ത, സഹനം അനുഭവിക്കാത്ത ഒരു വ്യക്തിയുമില്ല. സഹനം ഉണ്ടാവും. സഹനത്തോടുള്ള മനോഭാവമാണ് എന്നെയും ബോണിയെയും നമ്മെ എല്ലാവരെയും രക്ഷാകരമാക്കി തീർക്കുന്നത്. അപ്പോൾ നല്ല ദൈവാത്മാവിൻ്റെ ജ്ഞാനം നിറഞ്ഞ ഏത് വ്യക്തിക്കും സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയും. സഹനത്തെ പല്ലുകടിച്ചും മുറിവുപ്പോടും പിറുവിറുപ്പോടും സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ആ പുത്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന പിതാവ് നീ എന്തിനാ മുറിമുറുക്കെന്ന് ചോദിച്ചെന്നും അത് ഉൾക്കൊള്ളാൻ കഴിയണം. അപ്പം നല്ലൊരു ജ്ഞാനം നിറഞ്ഞ മാതാവിൻ്റെ എപ്പോഴും ഏത് സഹനവും മാതാവ് ഒരു മുറിവുറുപ്പും കൂടാതെ ഹൃദയത്തിൽ സങ്കരിച്ച് സ്വീകരിച്ച ആളാണ്. സഹനത്തിൻ്റെ എത്രയോ നിമിഷങ്ങളുണ്ടായിരുന്നു. അവിടെ ഒന്നും ഒരു പരാതിയും പറയാതെ, ഒരു പരിഭവം പറയാതെ നല്ല ജ്ഞാനം ഉണ്ടായിരുന്നു. അപ്പം ജ്ഞാനത്തിൻ്റെ നിറവ് പരിശുദ്ധാമ്മയിലുണ്ടായിരുന്നു. ലോകത്തോടും ദൈവത്തോടുള്ള തുറവി, അത് ഒരേ തുറവിയാണ്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ ഒരേ മനസ്സാക്ഷി എന്ന് പറയുന്നതായിട്ട്. ദൈവം എന്നെ കാണുന്നു, ദൈവം എന്നെ അറിയുന്നു, ദൈവം എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. അതേ തുറവിയിൽ ദൈവം ഞാൻ നിന്നോട് കണക്ക് ബോധിപ്പിക്കാനുള്ളവനാണ്, നിൻ്റെ മുമ്പിൽ ഞാൻ തുറന്ന വസ്തുവാണ്. ആ തുറന്ന വസ്തുവായിട്ട് നമുക്ക് ലോകത്തിലിരിക്കാൻ കഴിയണം. ഹൃദയത്തെ വെടിപ്പാക്കിക്കൊണ്ട്, മനസ്സാക്ഷിയെ നിർമ്മലമാക്കിക്കൊണ്ട്. അപ്പം ദൈവത്തോടും ലോകത്തോടും ഒരേ തുറവി. ഞാൻ ദമ്പതികളോട് പറയാറുണ്ട്, ദമ്പതികളുടെ പരസ്പരമുള്ള കുമ്പസാരമാണ് വൈദികനോടുള്ള കുമ്പസാരത്തിന് മുമ്പായിട്ട് വേണ്ടത്. ദാമ്പത്യ ജീവിതത്തിലെ വിശുദ്ധിക്കും നിലനിൽപ്പിനും ഏറ്റവും ആവശ്യമായിട്ടുള്ള പരസ്പരമുള്ള കുമ്പസാരം. അപ്പം ദൈവത്തിൻ്റെയും ലോകത്തിൻ്റെ മുമ്പിൽ ഒരേ തുറവിയോടെ ജീവിക്കാൻ സാധിച്ചാൽ അത് വലിയ പ്രാർത്ഥന. ചെറിയ കാര്യങ്ങളിൽ പോലുള്ള പരിപൂർണത മാതാവ് കഞ്ചിക്കോട്ട് റാണിക്ക് വെളിപ്പെടുത്തി കൊടുത്തുവല്ലേ. ചെറിയ കാര്യങ്ങളിൽ പോലും ആ ചെറിയ കാര്യങ്ങൾ നിസ്സാരമായി കാണാതെ അതിൻ്റെ പരിപൂർണതയിൽ നിർവഹിക്കാൻ സാധിക്കും. പരിപൂർണത ഒരു ചെറിയ കാര്യമല്ല, പക്ഷേ ചെറിയ കാര്യങ്ങൾ പോലും, അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾ പോലും പരിപൂർണതയിൽ നിർവഹിക്കാൻ സാധിക്കും. ചെറിയ കാര്യങ്ങൾ പോലുള്ള പരിപൂർണത. ഇത്രയും ഒരു സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ മാതാവിനോട് സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അത് രാവിലെ നടത്തുന്നൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ മാതാവ് സഹായിക്കാതിരിക്കില്ല എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു. എത്രയോ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയിരിക്കുന്നു. അവിടെയെല്ലാം ഈ പ്രാർത്ഥനയുടെ വലിയൊരു സഹായവും അനുഭവവും ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. സാർ, ഇപ്പോൾ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞു അല്ലേ മാതാവിൻ്റെ? ഒരെണ്ണം കൂടെ പറയാം, പ്രസാദപരത്തിലുള്ള നിലനിൽപ്പ്. രണ്ടെണ്ണമുണ്ട്. പ്രസാദപരത്തിലുള്ള നിലനിൽപ്പും ദൈവസ്നേഹത്തിലുള്ള നിറവാണ്. പ്രസാദപരത്തിൽ നിലനിൽക്കുക. പ്രസാദപരം ഒരിക്കൽ കിട്ടി അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. മാതാവിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാത്ത പ്രസാദപരത്തിൻ്റെ, അതാണ് പ്രസാദപര മാതാവെന്നങ്ങ് പറയാൻ കാരണം. എപ്പോഴും പ്രസാദമായിരുന്നു, ആ പ്രസാദത്തിൻ്റെ വരവുണ്ടായിരുന്നു പ്രസാദം. കാരണം ദൈവത്തെ പ്രസാദിപ്പിച്ചോളും ദൈവം പ്രസാദിച്ചോളുമാണ് മാതാവ്. പ്രസാദപരത്തിലുള്ള നിലനിൽപ്പ്, ദൈവസ്നേഹത്തിലുള്ള നിറവ്.
വേറെ ഒരു മനുഷ്യ സ്നേഹം നമ്മൾ ഒരിക്കലും നിറച്ച് നിർത്താൻ പറ്റില്ല. ഇപ്പം എൻ്റെ ജീവിത പങ്കാളി എന്നെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ എന്നെ സ്നേഹിക്കുന്നു, അതിലൊരു പരിമിതിയും ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ മനുഷ്യ സ്നേഹം മാറില്ല എന്നുള്ള പാട്ട് പാടുന്നതുകൊണ്ട് ആ സ്നേഹമൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഒരു സ്നേഹവും, മാനുഷികമായ ഒരു സ്നേഹവും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നിലനിർത്താൻ സാധിക്കില്ല. അതിന് മങ്ങലുണ്ടാവും, വിള്ളലുണ്ടാവും, മാഞ്ഞു പോവും, തേഞ്ഞു പോവും, കുറയാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ ദൈവസ്നേഹം നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയിൽ ദൈവത്തോടുള്ള സ്നേഹത്തിന് മാത്രം നമുക്ക് ഒരിക്കലും ഒരു കുറവ് വരാത്തതുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്നേഹമാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹൃദയം വിശുദ്ധമായി സൂക്ഷിക്കാൻ സാധിക്കും. അത് മാതാവിൻ്റെ ഒരു സുഹൃത്തിൽപ്പെട്ടാണ്. ദൈവം മാത്രം മതി. അമ്മ ത്രേസ്യ പറഞ്ഞു, ദൈവം മാത്രം മതി, ദൈവത്തെ വേറിട്ട് എന്ത് വേണ്ടെന്ന് അമ്മ ത്രേസ്യ ചോദിക്കുന്നുണ്ട്. അതുമാതിരി ആ ദൈവത്തെ നിറച്ചു വെച്ചിരുന്നത് മാതൃഹൃദയമാണ്. അതുകൊണ്ടാണ് മാതാവിനോട് ഇത്രയും സുഹൃത്തുക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നത്. അമ്മ ത്രേസ്യയുടെ കാര്യം പറയുമ്പോൾ അമ്മ ത്രേസ്യ പ്രാർത്ഥനയുടെ ഒരു നിറവായിരുന്നല്ലോ. അമ്മ ത്രേസ്യയുടെ ഒരു വാക്യം ഞാൻ ഓർക്കുകയായിരുന്നു, ഈ പ്രാർത്ഥിക്കാത്ത ആത്മാവ് തളർവാദം പിടിപെട്ട് കിടക്കുന്ന രോഗിയെ പോലെയാണ്. പ്രാർത്ഥനയുടെ ഒരു മഹത്വത്തെക്കുറിച്ചാണ് സാറ് പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. പ്രിയമുള്ളവരെ, സാറിനെ പോലെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് തിരക്കുള്ളൊരാൾ, പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകിച്ച് സമയം കണ്ടെത്തേണ്ടതില്ല, പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഭാഗമാകണമെന്ന് നമ്മളോട് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വരമാണത്. പ്രാർത്ഥനയുടെ മനുഷ്യരാവാൻ നമുക്ക് കഴിയട്ടെ. ഇത്രയും നേരം ഞങ്ങളോടുകൂടെ ആയിരുന്ന സാറിന് ഹൃദയം നിറയെ നന്ദി.